വെളുത്തിട്ട് പാറുന്ന ക്രീം ഡോക്ടർ കണ്ടിട്ടുണ്ടോ? എല്ലാരും വെളുക്കുന്നുണ്ട്. വെളുത്ത് പണ്ടാരടങ്ങും എന്നെല്ലാം പറയില്ലേ, അതുപോലെയാണ്. അതായത് അതോടെ തീർന്നു. പാകിസ്ഥാനെന്നോ എവിടെ നിന്നൊക്കെ വന്ന് ഒരു ഡബ്ബയിലാക്കിയിട്ട് ഭയങ്കരമായിട്ട് കിഡ്നി ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതിന് റിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതെന്താ വെച്ചാൽ സ്റ്റിറോയിഡ് ഡിപ്പ് നിർത്താൻ പറയും, നിർത്താന്ന് പറയും. ഗൾഫിലൊക്കെ ഇതിന്റെ രാജ്യമാണ് ഈ വൈറ്റനിങ് ക്രീമിന്റെ. സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് നിർത്തരുത്. ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 തവണ എന്നുള്ള രീതിയിൽ ആദ്യത്തെ മാസം കണ്ടിന്യൂ ചെയ്യുക. ആഴ്ചയിൽ രണ്ട്, പിന്നെ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യണം. ആ ഡ്രാസ്റ്റിക് ഫ്ലോൾ ഒഴിവാക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗ്ലൂട്ടാത്തയോൺ കുറച്ചു കാലം ഉപയോഗിക്കാം. ഭയങ്കരമായിട്ട് ചുവക്കും. ഈ ചുവക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കിൻ സെൻസിറ്റീവ് ആണ്, സൺ സെൻസിറ്റീവ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എന്താണ് ഈ റെറ്റിനോൾ? ആന്റി ഏജിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. റെറ്റിനോളിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, റെറ്റിനോൾ സെറം ഡെയിലി ഉപയോഗിക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. കാരണം ഏജിങ് പ്രിവെന്റ് ചെയ്യണം, അതിനാണ് റെറ്റിനോൾ. എന്താണ് ഈ സ്കിൻ ലൈറ്റനിങ് ലേസേഴ്സ്? ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെളുക്കുമോ? ആക്ച്വലി ലേസേഴ്സ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ശരീരത്തിന് ദ്രോഹിച്ച് ഭംഗി ഉണ്ടാക്കുന്നതും. സോ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. ഫ്രാക്ഷണൽ ലേസേഴ്സ് നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണ്. ഹെൽമെറ്റ് വെക്കുന്ന ആളുകൾക്ക് സ്കിൻ കെയർ, ഹെയർ കെയർ ടിപ്സ് പറ്റുമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോട്ടൺ ടവൽ. കുറേ പേര് തൊപ്പി ഉപയോഗിക്കുന്നുണ്ട്. മുസ്ലിം ലേഡീസ് ടൈറ്റ് ആയിട്ട് സ്കാർഫ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളുടെ ഹെയറിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൂടാണ്, സ്കാൽപ്പ് വളരെ ഡേർട്ടി ആവുന്നു. 40 45 കഷണ്ടി ആവേണ്ടവൻ ഈ പറയുന്ന ഒരു 2 കൊല്ലം കൊണ്ട് കഷണ്ടി ആവും. ഇടയ്ക്ക് ഇങ്ങനെ തൊപ്പി വെച്ച് നടക്കുന്നതിൻ്റെ അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ തൊപ്പി വെച്ചോ പോവും. പക്ഷെ ബെറ്റർ റാദർ ഡോണ്ട് യൂസ് ഇറ്റ്. കുറച്ചു കാലം മുമ്പേ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു, കാസർഗോഡ് നിന്ന് വെളുത്തിട്ട് പാറുന്ന ക്രീം. ഡോക്ടർ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? എല്ലാം ട്രൈ ചെയ്ത ഒരാളായിട്ട് ഈ വെളുക്കുന്ന പാറുന്ന ക്രീം തേച്ചിട്ട് വെളുത്ത ആരെങ്കിലും അറിയുമോ? എൻ്റെ അമ്മേ, എല്ലാരും വെളുക്കുന്നുണ്ട്. പക്ഷേ അത് എന്താ പറയാ, വെളുത്ത് പണ്ടാരടങ്ങും എന്നെല്ലാം പറയില്ലേ, അതുപോലെയാണ്. അതായത് അതോടെ തീർന്നു. ഇത് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മലബാർ ഏരിയയിലാണ്. അതായത് കാസർഗോഡ് കണ്ണൂർ ജില്ലയിലൊക്കെ ഇത് വളരെ വ്യാപകമാണ്. ഇവിടെയൊക്കെ ഉണ്ട്, ഒരുപാട് പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എനിക്ക് സങ്കടമാണ് ആക്ച്വലി. സോ ഇതൊരു സ്റ്റിറോയിഡാണ്. സ്റ്റിറോയിഡിന്റെ, അതായത് സത്യത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാനെന്നോ എവിടെ നിന്നൊക്കെ വന്ന് ഒരു ഡബ്ബയിലാക്കിയിട്ട് ഇവരിങ്ങനെ ചെറിയ പിള്ളേർ അത് വാങ്ങിച്ച്, ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഗവൺമെന്റ് ഓഫ് കേരള കേരള സർക്കാരൊക്കെ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇതെന്താന്ന് വെച്ചാൽ, ചാത്തനായിട്ടുള്ള ഒരു ക്രീം എടുത്തിട്ട് ഒരു ഡബ്ബയിലാക്കിയിട്ട് അവർ ഓരോ ബ്രാൻഡ് ചെയ്യുന്നു, ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യുന്നു, പിള്ളേരെടുത്ത് ഉപയോഗിക്കുന്നു. സോ പക്ഷേ ഇതിന്റെ ഒരു മാജിക് എന്താ വെച്ചാൽ, സിൻസ് ഇറ്റ് ഈസ് സ്റ്റിറോയിഡ്, ഇത് സ്റ്റിറോയിഡ് ആയതുകൊണ്ട് എന്താണ്, ഇത് തേച്ചാൽ വെളുക്കും. എങ്ങനെ കറുത്തിരുന്നവളാലും വെളുക്കും, അതിന് പുരുഷനായാലും സ്ത്രീയായാലും വെളുക്കും. പക്ഷേ ഇത് ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്, ഒരു കത്തിയാണ്. അതായത് നമ്മളുടെ കഴുത്തിനൊരു തൂക്ക് കയറാണ് ഈ സാധനം. നമ്മളിത് എത്ര ഉപയോഗിക്കുന്നു, നമ്മളുടെ സ്കിന്നിന്റെ എല്ലാ ക്വാളിറ്റി അങ്ങോട്ട് പോകും. നമ്മളുടെ നമ്മളുടെ മുഖം വളരെ സൺ സെൻസിറ്റീവ്, വെയിലത്തിറങ്ങിയ ചുവന്നിരിക്കും. നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചുവന്ന മനുഷ്യരെ കാണാം. ഈ ചുവന്ന മനുഷ്യരൊക്കെ വൈറ്റനിങ് ക്രീമാണ്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസർച്ച് മിംസ് കഴിഞ്ഞ കൊല്ലാൻ തോന്നുന്നു, ഒരു എന്താണ് നെഫ്രോളജിസ്റ്റിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് സ്കിൻ ലൈറ്റനിങ് ക്രീം, അതേപോലെ ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് കിഡ്നി പ്രശ്നം വന്നത്. ഭയങ്കരമായിട്ട് കിഡ്നി ഇഷ്യൂസ് വരുന്നുണ്ട്. സ്കിൻ കംപ്ലീറ്റ്ലി പോയി. പിന്നെ ഒന്ന് ആലോചിക്കണ്ട, ഒരിക്കലും ദൈവം തന്ന ആ സൗന്ദര്യം പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചാൽ. ഈ വൈറ്റനിങ് ക്രീം പല ബ്രാൻഡിലുണ്ട്, പല പേരിലുണ്ട്. അത് ആയുർവേദം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്, നാച്ചുറൽ ക്രീം ആണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്, ഏറ്റവും സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ആ മാർക്കറ്റ് ചെയ്യുന്നത്. എല്ലാവരും എന്താണ്, ഓരോ റിവ്യൂസ് ഉണ്ടാവും. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ മുഖത്തിടുന്ന ഇപ്പോൾ ഫേസ് ക്രീംസ്, മോയ്സ്ചറൈസർ ആയാലും ഇപ്പോൾ സൺസ്ക്രീൻ ആയാലും ചിലതിൽ എഴുതിയിട്ടുണ്ട് സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ അങ്ങനെയല്ല. സ്കിൻ വൈറ്റനിങ് കോൺസെപ്റ്റ് നമ്മളുടെ ഓരോ മരുന്നിനും ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ക്രൂട്ടനൈസേഷൻ ഉണ്ട്. FSSAI വേണം, ഇത് വേണം, എന്താണ് ഡ്രഗ് കൺട്രോൾ ബോർഡിൻ്റെ ഒരു അംഗീകാരം വേണം. ഇതൊക്കെ കഴിഞ്ഞ് കറക്റ്റ് കണ്ടൻസ്, ഓരോ കണ്ടൻസിനും ഓരോ പെർസെൻറ്റേജ് ഇങ്ങനെ കൊടുത്തു വരുന്നതാണ് യഥാർത്ഥമായ ക്രീം. അതിലിപ്പോൾ ഒരു വൈറ്റനിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഡബ്ബയാണ്, ഒരു ഡബ്ബയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൽ എവിടെ FSSAI, ഇവിടെ എന്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം, ഒന്നുമില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വെളുക്കും, അതോടെ തീരും.
ഇത്രയേ ഉള്ളൂ. ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി അറിയോ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി, പക്ഷെ ഇപ്പോഴും ആൾക്കാർ വളരെ വ്യാപകമായിട്ട് എനിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ട് അറിയുന്ന ഒരാള് ഇതുപോലെ ഈ വെളുത്തിട്ട് പാർന്ന ക്രീം ഉപയോഗിച്ച് മുഖത്തിന്റെ തൊലി പറഞ്ഞു പോയി, എന്നിട്ട് റെഡ് കളറാ ഉള്ളത്, എന്നിട്ട് അതിന്റെ മുഖത്തിപ്പോ മേക്കപ്പ് ഇട്ട് നടക്കലാണ് അവര് ചെയ്യുന്നത്. ഭയങ്കര സങ്കടമാണ്. ഇത് നമ്മള് പിന്നെ എന്താണ് ചെയ്യുക? ഇതിന് റിപ്പയർ See, ചെയ്യാൻ ഇതിന് വേണ്ടിയിട്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതെന്താ വെച്ചാൽ സ്റ്റിറോയിഡ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് പോകും. അതൊരു ഭയങ്കര സാധനമാണ്. അതായത് നമുക്കിത് നിർത്തണം എന്നുണ്ടാവും. ഇതൊരു നമ്മൾ ഈ നല്ല മദ്യപാനിയുടെ ഒരു അവസ്ഥയാണ്. അതായത് നല്ല മദ്യപാനി നമ്മളിപ്പോൾ ചില സമയത്ത് കാണാൻ ബാറിൻ്റെ മുമ്പിൽ രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് ഒരു ഗ്യാങ് ഉണ്ടാവും. രാവിലെ 2 നിപ്പൻ 2 അടിച്ചിട്ട് പണിക്ക് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കയ്യും കാലും വിറക്കുന്നുള്ളത്. ഇതേപോലെയാണ്. അതായത് ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് ഒരു വെളുപ്പ് കണ്ടു, ഇതിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഡ്രോവലിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയും, ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താൻ പറയും, നിർത്താമെന്ന് പറയും. നിർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് അമ്മാവൻ്റെ മോളെ കല്യാണമുണ്ട്, എന്താ പിന്നെ 2 ദിവസം തേക്കാം. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്, എന്നാൽ 1 മാസം തേച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ നല്ല വെളുക്കാം. ഗൾഫിലൊക്കെ ഇതിൻ്റെ രാജ്യമാണ് ഈ വൈറ്റനിങ് ക്രീമിൻ്റെ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ മാറാം എന്നുള്ളതല്ല, ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാവാം എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് സ്റ്റിറോയിഡാണ്. സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് നിർത്തരുത്. ഇതിനൊരു ടേപ്പറിങ് ഡോസ് ഉണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ 2 തവണ എന്നുള്ള രീതിയിൽ ആദ്യത്തെ മാസം കണ്ടിന്യൂ ചെയ്യുക. ആഴ്ചയിൽ 2. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആഴ്ചയിൽ 1 തവണ എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യണം. സോ ഇറ്റ്സ് എ ടേപ്പറിങ് ഡോസ് 1. അതേ സമയത്ത് എന്ത് ചെയ്യും, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ക്രീം അതിൻ്റെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സീറംസ് അവൈലബിൾ ആണ്, പല ടൈപ്പ് ഓഫ് സീറംസ് അവൈലബിൾ ആണ്, പല ടൈപ്പ് ഓഫ് ജെന്യൂൻ ആയിട്ടുള്ള ക്രീംസ് ഉണ്ട്. ആ ക്രീംസ് എന്ത് ചെയ്യും, ബാക്കപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ തുടങ്ങും. അതായത് സ്റ്റിറോയിഡ് നിർത്തുമ്പോൾ ഇതെങ്കിലും പിടിച്ച് നിർത്താൻ വേണമേ എന്നുള്ളത്. പിന്നെ ആ ഡ്രാസ്റ്റിക് ഫ്ലോൾ ഒഴിവാക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗ്ലൂട്ടാത്തയൻ കുറച്ച് കാലം ഉപയോഗിക്കാം. ഗ്ലൂട്ടാത്തയൻ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ആ ഭയങ്കരമായിട്ടുള്ള ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. 4-മത് ഇത് യൂസ് ചെയ്താൽ നേരത്തെ സൂര്യ പറഞ്ഞ പോലെയാണ്, അതായത് ഭയങ്കരമായിട്ട് ചുവക്കും. ഈ ചുവക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കിൻ അത്രയും ലൈറ്റായി, സ്കിന്നിൻ്റെ ലേയേഴ്സ് കുറഞ്ഞു വരികയാണ്. സോ സ്കിൻ സെൻസിറ്റീവ് ആണ്, സൺ സെൻസിറ്റീവ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, വളരെ നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സോ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. സോ ഈ ഒരു വിഡ്രോവലിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് കുരു വരുന്നവരുണ്ട്, മുഖം നിറയെ കുരു വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ മെല്ലെ എന്താ പറയുക, ശരീരത്തിനെ ഏറ്റവും കൂടുതൽ പഠിച്ച, അല്ലെങ്കിൽ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജിസ്റ്റാണ്. ഞാനൊരു മാക്സിലോഫേഷ്യൽ സർജനാണ്. സോ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു ഗൈഡൻസിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മൾ ഈ ടിപ്സൊക്കെ തരുന്നതെന്നുള്ള നമ്മളും ഹെൽപ്പ് ചെയ്യാം, പക്ഷേ ബെറ്റർ ഓൾവേസ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സ്കിൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് റെറ്റിനോൾ. ഇപ്പോൾ സ്കിൻ ഡോക്ടേഴ്സ് ആയാലും പറയുന്നത് റെറ്റിനോൾ സെറം യൂസ് ചെയ്താൽ നല്ലതാണ്, റെറ്റിനോൾ ഇത്ര ശതമാനം നമ്മളെ ഫേസിൽ ഉള്ളത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈ റെറ്റിനോൾ? റെറ്റിനോൾ എന്ന് പറയുന്നത് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. റെറ്റിനോൾ പല ഡിഫറെൻറ്റ് പെർസെൻറ്റേജസിലാണ് വരുന്നത്. അതൊരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ അത് ക്രീം രൂപത്തിലുമുണ്ട്, സിറം രൂപത്തിലുണ്ട്. സിറം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടി മൈൽഡ് സിറം ആയിട്ടാണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഡെയിലി ആപ്ലിക്കേഷൻ ആയാലും പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ റെറ്റിനോളിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ സ്കിന്ന് ഒരു എക്സ്ഫോളിയേറ്റിംഗ് പ്രിൻസിപ്പിളാണത്. അതായത് നമ്മളുടെ സ്കിന്നിൻ്റെ ഡെഡ് ആയിട്ടുള്ള ലേയേഴ്സിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതായത് പറഞ്ഞു കളയും എന്നുള്ളതാണ്. പീലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ അങ്ങനെ വിസിബിൾ പീലിംഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഡെഡ് സ്കിൻസിന് ഒന്ന് പീൽ ഓഫ് ആവും. ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ വിദേശത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ വരികയാണ്. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ റെറ്റിനോളാണ്, വെസ്റ്റേൺ കൺട്രീസിൽ. അപ്പോൾ റെറ്റിനോൾ ഇപ്പം ബേസിക്കലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമൽ പെർസെൻറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുക. വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ ആദ്യം തുടങ്ങുക, പിന്നെ അത് വേണമെങ്കിൽ വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോകുക, ടു ദ മാക്സ് വീക്ക്ലി ത്രൈസ്. സിറം ആയാലും ക്രീം ആയാലും എല്ലാം ആഴ്ചയിൽ 1, പിന്നെ അത് 2 ആക്കാം. പിന്നെ വേണമെങ്കിൽ മാത്രം 3, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണ ഉപയോഗിച്ചാലോ 2 തവണ ഉപയോഗിച്ചാലോ ഇറ്റ്സ് റിയലി ഗുഡ്. റെറ്റിനോൾ സിറം ഡെയിലി ഉപയോഗിക്കരുത്, ഒരിക്കലും ഉപയോഗിക്കരുത്. റെറ്റിനോൾ സിറം ഡെയിലി ഉപയോഗിക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ റെറ്റിനോളിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. ഈ സിറത്തിൽ പല തരത്തിലുണ്ട്, ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. നമ്മളുടെ മുഖത്തിൽ സംഭവിക്കുന്ന 2-3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നമ്മുടെ മുഖത്ത് പിഗ്മെന്റേഷൻ വരും എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ മുഖത്ത് ഡ്രൈനെസ് വരും, പ്രായം വരും എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ മുഖത്ത് അപ്പം നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, പിഗ്മെന്റേഷൻ. സോ ഒരു ഡീപിഗ്മെന്റിങ് സിറം.
ഏജിങ് പ്രിവെൻറ്റ് ചെയ്യണം, അതിനാണ് റെറ്റിനോൾ. ഓക്കെ. നമുക്ക് ഇപ്പം പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല, നമുക്ക് പ്രായമാണ് വരുന്നത്, പ്രായം വെക്കുന്നത്, അല്ലെങ്കിൽ മുഖത്തിൽ ഡ്രൈനെസ് വരുന്നുണ്ടോ, ഹൈ അലറോണിക് ആസിഡ് സിറം. സോ അങ്ങനെ സിറത്തിന് ഓരോ കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിരുന്നു, പിമ്പിൾസ് വരുന്നു, സാലിസലിക്, ഡീപിഗ്മെൻറ്റേഷൻ, നയാസിനമൈഡ്, ഓവറോൾ സ്കിന്നിൻ്റെ ഒരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഒരു ഓവറോൾ സ്കിന്നിൻ്റെ ഒരു മെയിൻ്റെനൻസിന് വൈറ്റമിൻ സി സിറം. സോ അങ്ങനെയാണ് ഇതിനെ ഗ്രേഡ് ചെയ്യുന്നത്. സോ റെറ്റിനോൾ ഈസ് മെയിൻലി ഫോർ ആൻറ്റി ഏജിങ് എക്സ്ഫോളിയേറ്റിംഗ് പ്രിൻസിപ്പിളാണ്, സ്കിന്നിനെ പൊളിയിച്ച് കളയുന്നത്. സ്കിൻ ലൈറ്റനിങ് ലേസേഴ്സ് ഈ ബോളിവുഡിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദി പോഡ്കാസ്റ്റുകളിൽ ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് സ്കിൻ ലൈറ്റനിങ് ലേസേഴ്സ്. മലയാളി ഡോക്ടർമാർ പറയുന്നത് അത്ര കേട്ടിട്ടില്ല. എന്താണ് ഈ സ്കിൻ ലൈറ്റനിങ് ലേസേഴ്സ്? ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെളുക്കുമോ? ലൈറ്റനിങ് എന്ന് പറഞ്ഞോട് ചോദിച്ചാൽ ബേസിക്കലി ലേസേഴ്സ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. അബ്ലേറ്റീവ് ലേസേഴ്സ്, അതായത് ശരീരത്തിൽ ചെറിയൊരു മുറിവ് എന്നല്ല, ഒരു ശരീരത്തിന് ദ്രോഹിച്ച് ഭംഗി ഉണ്ടാക്കുന്നതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ലൈറ്റ് ബീം ലേസേഴ്സും ഉണ്ട്. സോ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ഫ്രാക്ഷണൽ ലേസേഴ്സ്, എൻഡിയാഗ് ലേസേഴ്സ്, ഇൻറ്റൻസ് പൾസ് ലൈറ്റ് ലേസേഴ്സ്, അങ്ങനെ പല തരത്തിലുണ്ട്. സോ ലൈറ്റ് ബീം ലേസേഴ്സ്, ബേസിക്കലി എൻഡിയാഗ് ലേസേഴ്സ്, IPL, അതായത് ഇൻറ്റൻസ് പൾസ് ലൈറ്റ് ലേസേഴ്സ്, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണ്. സോ ബട്ട് മൾട്ടിപ്പിൾ സെഷൻസ് റിക്വയർഡ് ആണ്. എല്ലാ മാസവും ഒരു തവണ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു 3 മാസം 4 മാസം 5 മാസം എന്നൊക്കെ സേഫായിട്ട് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലെ വലിയ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ, എല്ലാവർക്കും ഉള്ളൊരു ഭയമാണ് ലേസറിനെ കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന്. ഒന്നും അങ്ങനെയൊന്നും വരില്ല. സോ ഈ ഒരു പൾസ് ലൈറ്റ്, അതായത് ആ ഒരു ലൈറ്റ് ബീം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻസിൽ ഒരു കുറവ് വരുന്നു, നമ്മളുടെ ഫേസിൽ കൂടുതൽ കൊളാജൻ ഇൻഡക്ഷൻ വരുന്നു, നമ്മളുടെ അൺവാണ്ടഡ് ഡെഡ് സെൽസിനെ ഒന്ന് റിജുവിനേഷൻ ചെയ്യുന്നു. സോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താവും, നമ്മുടെ മുഖത്തിന് നന്നാവാൻ ലൈറ്റനിങ് വരും എന്നുള്ളതാണ്. സോ ഓവർ എ പീരീഡ് നല്ല റിസൾട്ടാണ്. ഫോർ ദാറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. ഈ സ്കിന്നിനെ ഏറ്റവും ഇൻ ഡെപ്ത് ആയിട്ട് പഠിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ ഡോക്ടറാണ്, ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു സ്കിൻ കൺസേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്, അവർ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ ആ ഡെർമറ്റോളജിസ്റ്റിൻ്റെ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള ലേസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് കിട്ടും. ആൻഡ് ഇറ്റ് വർക്ക്സ്. ബൈക്ക് റൈഡ്, സ്കൂട്ടി റൈഡ് ചെയ്യുന്ന ആളുകളാണ് 90% മലയാളികൾ. ഹെൽമെറ്റിനെ കൊണ്ട് മുടി പോകുന്നു, മുഖത്ത് പിമ്പിൾ വരുന്നു എന്നുള്ള കംപ്ലയിൻസ് ആണ് അവർക്ക് ഡെയിലി പറയാനുള്ളത്. അപ്പോൾ ഈ ഹെൽമെറ്റ് വെക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ ടിപ്സ്, ഡോക്ടറിൻ്റെ ടിപ്സ് ഭയങ്കര വൈറലാണ്. നമ്മൾ കഴിഞ്ഞ സ്കിൻ കെയർ വീഡിയോക്ക് 2 മില്യൺ അടിക്കാറായി. അയ്യോ, ഞാൻ പറയാം, ഈ ഹെൽമെറ്റ് ഇപ്പം നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കി അപ്പം ഫൈൻ വരും. ഓക്കെ, സോ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടൺ ടവൽ തലയിൽ കെട്ടുന്നത് വളരെ ഉചിതമായിരിക്കും. 1, ഇതിലേക്കാളേറെ ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മുടി പോകുന്നില്ല, കുറേ പേര് തൊപ്പി ഉപയോഗിക്കുന്നുണ്ട്. അതായത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ ഇനീഷ്യലി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മുടി പോയി എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ ഈ മുടി പോയി എന്ന് പറയുന്ന ഫീലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ തൊപ്പി ഇടാൻ ശ്രമിക്കും. ഈ തൊപ്പി, അതേപോലെ മുസ്ലിം ലേഡീസ് ടൈറ്റായിട്ട് സ്കാർഫ് ചെയ്യുന്ന തെറ്റല്ല, ടൈറ്റായിട്ട് സ്കാർഫ് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രശ്നമാണ്. അപ്പോൾ ഈ തൊപ്പി ഇടുന്നത്, ഒരുപാട് പേര് തൊപ്പി ഇടുന്നവരുണ്ട്. ഈ തൊപ്പി ഇടുമ്പോഴെന്താ വെച്ചാൽ ആക്ച്വലി നമ്മളുടെ ഹെയറിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ ആ വ്യക്തി ചില സമയം കഷണ്ടി ആവുകയില്ല. അല്ലെങ്കിൽ അയാൾ ഇപ്പം ആ ഒരു പയ്യൻ അവൻ്റെ 25കളിൽ തൊപ്പിയിൽ അടിമപ്പെട്ടു. നമ്മൾ കാണുകയാണ്, നമ്മൾ എന്നും തൊപ്പിയിട്ട് നടക്കുന്നവരുണ്ട്, ഷോപ്പിലായിക്കോട്ടെ എവിടെ പോയാലും തൊപ്പിയിട്ട് നടക്കുന്നവർ. സോ അത് മുടി ഉള്ളത് കൊണ്ടല്ല, മുടി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അൺനോയിങ്ലി അവർ അതിൽ അടിമപ്പെടും. അപ്പോൾ അതിൽ അടിമപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുന്നു, മിഴുക്ക് കൂടുന്നു. അതായത് ഇവിടെ കേരളത്തിൽ എന്താണ്, ഭയങ്കര ചൂടാണ്. കേരളത്തിൽ ചൂടാവുമ്പോഴത്തെന്താവും, അവിടെ സ്വെറ്റ് വന്നിട്ട് അവിടെ ഒരു അന്തരീക്ഷം, അതായത് സ്കാൽപ്പ് വളരെ ഡേർട്ടി ആവുന്നു. സ്കാൽപ്പ് ഡേർട്ടിയായി വളരെയധികം ഡേർട്ടി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ചൂട് കയറുന്നു, മുടി കൊഴിയാൻ തുടങ്ങും. അപ്പോൾ 25-ലുള്ള വ്യക്തി ചിലപ്പോൾ 40-ലോ 45-ലോ കഷണ്ടി ആവേണ്ടവൻ ഈ പറയുന്ന ഒരു 2 കൊല്ലം കൊണ്ട് കഷണ്ടി ആവും. ഭയങ്കരമായിട്ട്, അത് സ്ഥിരമായിട്ടേ. ഇടയ്ക്ക് ഇങ്ങനെ തൊപ്പി വെച്ച് നടക്കുന്നതിൻ്റെതല്ല ഞാൻ പറയുന്നത്, തൊപ്പിയിൽ അടിമപ്പെടുന്ന ഒരുപാട് പേര് നമ്മളെ ചുറ്റുമുണ്ട്. മായാനദി എന്ന സിനിമയിൽ ടൊവിനോ തൊപ്പി വെച്ചുകൊണ്ട് മാത്രം ഇപ്പോഴും തൊപ്പിയിട്ട് നടക്കുന്ന ആമ്പിള്ളേരുള്ള സ്ഥലമാണ് കേരളം. അതെനിക്കറിയില്ല ആണോ, പക്ഷേ വളരെ ഞാൻ എല്ലാവരോടും പറയും, ഞാൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പി ഉപേക്ഷിപ്പിക്കുക.
ഓക്കെ. തൊപ്പി ഇട്ടാണ്ട് നിന്നോ മുടി വരും. ഞാൻ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വരും. പക്ഷെ തൊപ്പി വെച്ചോ പോവും. 1. സോ അത് മെയിൻ ആയിട്ടൊന്ന് ചെയ്യണം. സോ അതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ഹെൽമെറ്റ് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് എപ്പോഴും ക്ലിയർ ചെയ്യണം. ഓക്കെ. സ്കാൽപ്പിനെ വൃത്തിയാക്കി വെക്കണം. സ്കാൽപ്പിനെ വൃത്തിയാക്കുക എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ഷാമ്പൂ യൂസ് ചെയ്യുക. നോർമൽ ഷാമ്പൂസ്, അതായത് ഈ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ FMCG ഷാമ്പൂസ് യൂസ് ചെയ്യാം. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ താരനുണ്ടെങ്കിൽ താരൻ്റെ ഷാമ്പൂ യൂസ് ചെയ്യണം നിർബന്ധമായിട്ട്. താരനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. ഓക്കെ. നമുക്കതിനെ ഇങ്ങനെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. സോ സ്കാൽപ്പിന് എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 1-2 തവണ താരൻ ഉണ്ടെങ്കിൽ താരൻ്റെ ഷാമ്പു നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. മെഡിക്കേറ്റഡ് ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളത്. കീറ്റോകോണോസൽ, ബേസിക്കലി കീറ്റോകോണോസൽ, പൈറുത്തീൻ എന്നെല്ലാം പറഞ്ഞാൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. സോ ആ ഒരു ഷാമ്പൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തലേനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കോസ്മെറ്റിക് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് മരുന്ന് കഴിക്കാം, ടാബ്ലറ്റ്സ് കഴിക്കാം, സപ്ലിമെൻറ്റ്സ് കഴിക്കാം, അതുപോലെ ഇഞ്ചെക്ഷൻസ് PRP, GFC പലതരത്തിൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. സ്കിൻ കെയർ എന്താ വരുന്നതെന്ന് വെച്ചാൽ അൺഹൈജീനിക് ആണ് ഈ ഹെൽമെറ്റ്. ഓക്കെ. നമ്മളുടെ വേർപ്പ് അവിടെ എന്നും ഉണ്ട്. അതെ. ആ വേർപ്പ് ഇട്ടിട്ട് നമ്മളിത് വെക്കുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ഈ പറയുന്ന പലതരത്തിൽ അതിൽ അണുക്കളുണ്ട്. ആ അണുക്കൾ വരുമ്പോൾ ബാക്ടീരിയാസും അതേപോലെ ഫംഗസും ഇതൊക്കെ വന്നിട്ടാണ് നമ്മുടെ മുഖത്തിൻ്റെ സ്കിൻ പോകുന്നത്. സോ ക്ലെൻസ് ചെയ്യുക. ഹെൽമെറ്റ് ഇടയ്ക്കൊന്ന് വെയിലത്തൊക്കെ വെക്കുക. വെയിലത്ത് വെക്കുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടി ക്ലെൻസ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക. സോ പേഴ്സണൽ ഹൈജീൻ കൂട്ടുക. അപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് വേറൊരാൾ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? അത് ഉപയോഗിക്കാനാവില്ല. ഒന്ന് അതിൻ്റെ നാറ്റം കാരണം ആർക്കും വെക്കാനാവില്ല. പക്ഷേ ഉപയോഗിക്കുന്നവരുണ്ട്, ആവുന്നത് ഉപയോഗിക്കാതിരിക്കുക. അതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ബെറ്റർ റാദർ ഡോണ്ട് യൂസ് ഇറ്റ്. പിന്നെ സ്കിൻ കെയർ നന്നാക്കുക. സ്കിൻ കെയർ നന്നാക്കുക എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ ഹെൽമെറ്റ് യൂസ് ചെയ്തു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മുഖം ക്ലെൻസ് ചെയ്യുക, മുഖത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റേതായ ഒരു പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ കുറേ കുറയ്ക്കാൻ പറ്റും.